തിരുവനന്തപുരം നെയ്യാർ ഡാമിൽ നിന്ന് കാണാതായ മധ്യവയസ്കയെ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. നെയ്യാർ ഡാം സ്വദേശിയായ സ്ത്രീയുടെ മൃതദേഹം തിരുനെൽവേലിയിലെ ഒഴിഞ്ഞ പറമ്പിൽ നിന്നാണ് കണ്ടെത്തിയത്. തിരുനെൽവേലി സ്വദേശി വിപിൻ രാജ് എന്നയാളെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഷിജോ കുര്യൻ വിശദാംശങ്ങളുമായി ചേരുന്നു. ഷിജോ, ഇവരെ എങ്ങനെയാണ് തിരുനെൽവേലിയിൽ എത്തിയതെന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഈ വിപിൻ തന്നെയാണ് ഇവരുടെ കൊലപാതകത്തിന് കാരണം എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നുണ്ടോ? സൈഫുദ്ദീൻ, ദാരുണമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പങ്കുവെക്കാനുള്ളത്. കഴിഞ്ഞ മാസം 1-ാം തീയതി മുതൽ നെയ്യാർ ഡാം സ്വദേശിയായിട്ടുള്ള 61 വയസ്സുള്ള ത്രേസ്യ എന്ന് പറയുന്ന അമ്മയെ കാണാനില്ല. അപ്പോൾ 1-ാം തീയതി മുതൽ ഇവരെ കാണാതാകുന്നു. കഴിഞ്ഞ മാസം 11-ാം തീയതിയോടുകൂടി ആ ത്രേസ്യയുടെ ബന്ധുക്കൾ നെയ്യാർ ഡാം പോലീസിൽ പരാതി നൽകുന്നു. ത്രേസ്യ ഈ പറയുന്ന അമ്മ സ്ഥിരം പള്ളികളുമൊക്കെ സന്ദർശിക്കുന്ന ആളാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പള്ളികൾ സന്ദർശിക്കും. അവിടുന്ന് കുറേ നാളുകൾ കഴിഞ്ഞ ശേഷം മാത്രമേ വരികയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ പോകുന്നതായിരിക്കാമെന്നാണ് ബന്ധുക്കൾ കരുതിയത്. പക്ഷേ 1-ാം തീയതി വീട്ടിൽ നിന്ന് പോവുകയും 10 ദിവസം കഴിഞ്ഞിട്ടും കാണാതെ വന്നതോടുകൂടി നെയ്യാർ ഡാം പോലീസിൽ 11-ാം തീയതി ബന്ധുക്കൾ പരാതി നൽകുകയാണ് ചെയ്തത്. നെയ്യാർ ഡാം പോലീസ് അന്വേഷിച്ചപ്പോൾ വർക്കല വരെ ഈ ത്രേസ്യ എത്തി എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് എവിടേക്ക് പോയി എന്നുള്ള കാര്യം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതിനിടയിലാണ് അന്വേഷണം നടന്നതിനിടയിലാണ് തിരുനെൽവേലി പോലീസിന്റെ ഒരു അറിയിപ്പ് നെയ്യാർ ഡാം പോലീസിന് ലഭിക്കുന്നത്. ഒരു സ്ത്രീയുടെ മൃതദേഹം തിരുനെൽവേലിയിലെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അവരുടെ ബാഗിൽ നിന്ന് ഈ പറയുന്ന അവരുടെ ID കാർഡ് അടക്കമുള്ള വിവരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവർ ഇന്ന സ്വദേശിയാണ് എന്ന് തിരുനെൽവേലി പോലീസ് നെയ്യാർ ഡാം പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. തിരുനെൽവേലി പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് 61 വയസ്സുകാരിയായ ത്രേസ്യയുടെ മൃതദേഹം കണ്ടെത്തുന്നു. ആ മൃതദേഹത്തിൽ ചില അസ്വാഭാവികതകൾ കണ്ടതോടുകൂടിയാണ് പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയത്. മൃതദേഹത്തിൽ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണ് എന്നുള്ള കാര്യം പോലീസ് കണ്ടെത്തി. അതിനുശേഷം സമീപത്തെ CCTV മറ്റ് പ്രദേശങ്ങളുമൊക്കെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വിപിൻ രാജ് ഈ വയോധികയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതാണ് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. പ്രതിയെ തിരുനെൽവേലി പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ തിരുനെൽവേലിയിലെ ഒരു സർക്കാർ ആശുപത്രിയിലാണ് ത്രേസ്യയുടെ മൃതദേഹമുള്ളത്. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കി ഇന്ന് വൈകിട്ടോടുകൂടി നെയ്യാറിലേക്ക് മൃതദേഹം കൊണ്ടുവരും. കഴിഞ്ഞ മാസം 29-ന് ത്രേസ്യ മരിച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. തിരുനെൽവേലിയിൽ എത്തിയ ത്രേസ്യയെ സഹായം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട്, അതായത് തിരുനെൽവേലി ബസ് സ്റ്റാൻഡിൽ നിന്നിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന വിപിൻ രാജ് ബൈക്കിൽ കയറ്റിക്കൊണ്ടു പോവുകയും പിന്നീട് ആളൊഴിഞ്ഞ് പറമ്പിൽ എത്തിച്ചുകൊണ്ട് ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി, ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയുമാണ് ചെയ്തത്. അതിനുശേഷം സമീപത്തെ CCTV അടക്കമുള്ള കാര്യങ്ങൾ ശേഖരിച്ചാണ് പോലീസ് ഈ പ്രതിയിലേക്ക് എത്തിയത്. ഈ സംഭവത്തിൽ ഈ വിപിൻ രാജിനൊപ്പം മറ്റാരെങ്കിലും ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി പോലീസ് അന്വേഷിക്കുകയാണ്. നിലവിൽ നെയ്യാർ ഡാം പോലീസ് തിരുനെൽവേലിയിലേക്ക് പോയിട്ടുണ്ട്. അവിടെ എത്തി ഈ കേസ് തിരുനെൽവേലി പോലീസ് കേരള പോലീസിന് കൈമാറും. അതിനുശേഷമായിരിക്കും മറ്റു കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുക. എന്തായാലും ദാരുണമായിട്ടുള്ള ഒരു പീഡന കൊലപാതക വാർത്തയാണ് നെയ്യാറിൽ നിന്ന് പുറത്തു വരുന്നത്. നിലവിൽ തിരുനെൽവേലി പോലീസാണ് പ്രതിയെ പിടികൂടുകയും ഈ സംഭവം കണ്ടെത്തുകയും ചെയ്തത്. സൈഫുദ്ദീൻ.